ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഡിമോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ട് ഏകദേശം 4 വീക്കായി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മന്ത് അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇടാണ്ട് നിന്നു. അന്നൊരു കംബാക്ക് എന്ന് വെച്ച് ഒരു കാറിൻ്റെ ഒരു RGB ലൈറ്റാണ്, മറ്റേ ആംബിയൻ ലൈറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ കണ്ടൻറ്റ് നമുക്ക് വൈകിപ്പിക്കണ്ട. നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത്, അതായത് കുറച്ചിൻ്റെ ഉള്ളിലോട്ടേക്ക് കണ്ടോ, ഇല്ലെങ്കിൽ കുറച്ച് പുറത്തോട്ടേക്ക് തള്ളിയിട്ടല്ലേ ഉണ്ടാവുക. ഒന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഹാൻഡിലിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഇത് ഡൊമിനറിൻ്റെ ഹാൻഡിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക, കാരണം ഇല്ലെങ്കിൽ കുറേയൊക്കെ മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലായി ഈ സമയം വെച്ചാൽ സ്റ്റോക്ക് ഹാൻഡിലായത് നമ്മൾ MTയുടെ സ്റ്റോക്ക് ഹാൻഡിലിനകത്ത് ഡൊമിനറിൻ്റെ ഒരു ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതാണ് ഹോൾഡറിൻ്റെ കൂടെ ഞാൻ ഒരു സ്പേസർ വെച്ചിട്ടുണ്ടോ. ഇത് വെച്ചാൽ ഈ ജീപ്പിൻ്റെയൊക്കെ നമ്മൾ പണ്ടത്തെ മോഡൽ ജീപ്പിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടാവും ഈ സ്പെയർ കിട്ടുന്നത്. അപ്പോൾ അവരടിക്ക് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. നല്ല തിക്നെസ് ഉണ്ട്. ഏകദേശം ഒന്നിന് തന്നെ 20-30. എനിക്ക് ശരിക്കും പ്രൈസ് അറിയില്ല, ആ ഒരു റേഞ്ചാണ് ഏകദേശം ഒന്നിന്. അതുപോലെ ഞാൻ ഏകദേശം ഈ സൈഡ് 4, അപ്പർ സൈഡ് 4, മൊത്തം ടോട്ടൽ 8 പീസ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഏകദേശം ഒരു വ്യൂ വരുന്നത്. ഇത് മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോക്ക് വരുന്നത് ഒരു ഗ്രേ ഫിനിഷായതുകൊണ്ട്, ഒരു മാറ്റ് ഫിനിഷായതുകൊണ്ട് ഞാൻ ഗ്ലോസി ഫിനിഷിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്, അല്ലാണ്ട് വേറെ ലുക്കിന് വേണ്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് വേറെ തന്നെ ഒരു ലുക്കായി. അതായത് ഹാൻഡിൽ കുറച്ച് ഹൈറ്റായിട്ട് ഉണ്ടോ. പിന്നെ അത് കൂടാണ്ട് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഇത് കുറച്ച് റേസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹാൻഡിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് 4 ബോൾട്ട് ലൂസ് ചെയ്തിട്ട് കുറച്ച് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലിൻ്റെ സൈഡ് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ വേണ്ടിക്കൽ ഇത് ഹോൾഡർ എങ്ങനെ നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത് പ്ലസ് ഈ ഹോൾഡർ ഈ റേസർ വെച്ചതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ആയിരിക്കും വേണ്ടിയൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റാണ്. നമ്പർ പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ബാക്ക് നമ്പർ പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇത് ഊരിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതാണ്, ഒരു സ്ക്രൂ ഡ്രൈവർ. ഇത് നമുക്ക് സ്റ്റോക്കായിട്ട് കിട്ടുന്നതാണ്. സ്റ്റോക്കല്ല, നമ്മളെ വണ്ടിക്ക് ടൂൾ കിറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ കാണിച്ചു തരാം. ബാക്കി എല്ലാവരെയും ഒരു സ്ക്രൂ ഉണ്ടാവുക. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കണ്ടോ, ഞാൻ ഇത് നോർമലി മൈനസിൻ്റെ സ്ക്രൂ ആണ് വെച്ചത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്യാൻ കാണിച്ചാൽ നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടിക്കൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിൽ സീറ്റ് ഊരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് ഊരിയെടുക്കാൻ പറ്റും. അത് ഞാൻ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ സീറ്റ് പറഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, സീറ്റ് ഊരിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ എൻ്റെ അപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിട്ടേക്ക്. ഈ ബോൾട്ട് കണ്ടോ, അല്ല ഒരു നെറ്റ് കണ്ടോ, ഈ നെറ്റ് ഞാൻ കാണിച്ചു തരാം. ഫോക്കസ് ആട്ടെ, ഇത് കണ്ടോ, ഇവിടെ 2 സ്ഥലത്താണ് നെറ്റ് നമ്മൾ തൊട്ട് പിടിച്ചിട്ട് വേണം ബോൾട്ട് അടിയിൽ നിന്ന് ഇടാൻ. അപ്പോൾ നെറ്റ് ഇടുന്നതിനൊരു നെറ്റ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഈ ഒരു മെറ്റൽ പീസിൻ്റെ അകത്ത്, ഈ പീസിൻ്റെ അകത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് വെച്ചാൽ ഗമ്മ വെച്ച് ഒട്ടിക്കുകയത്. നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അടിക്കാം. വെൽഡ് ഷോപ്പ് കൊണ്ടുപോയിട്ട് നെറ്റ് ഇതിൻ്റെ അകത്ത് 10 നെറ്റ് ഇതിൻ്റെ അകത്ത് സ്പോട്ട് അടിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ഇതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മറ്റേ ഈ താഴത്തെ 2 ബോൾട്ട് ഉണ്ടോ, നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഇത് 4 ഇതിവിടെ നിൽക്കുന്നത്. ഈ പീസ് 4 കണ്ട. അപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റേ 2 ഫുൾ ടൈം ഇട്ട് വെച്ചിട്ട് ഇത് 2ലും നമുക്ക് ഊരോടുകയും ചെയ്യാം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ അവിടെ ഒരു നെറ്റ് തെന്നിപ്പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് തൊട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഊരാൻ പറ്റും. അതായത് നമുക്ക് സീറ്റ് പോലും ഊരാണ്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഐഡിയ. നിങ്ങൾക്ക് വണ്ടിയിലായിരിക്കും ഐഡിയ മനസ്സിലായിരിക്കും. കാരണം നമുക്കിത് ഊരണ്ടിക്കൽ സീറ്റ് ഊരിയിട്ട് വേണം ഒരു നെറ്റ് സ്ലിപ്പാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു സ്പാൻഡർ പിടിച്ചിട്ട് വേണം നമുക്ക് ഊരാൻ. അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റ് ഊരാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് സീറ്റ് ഊരാതെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു സ്ക്രൂ മാത്രം ഉണ്ടെങ്കിൽ. ഇത് ഉപയോഗപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം വീഡിയോ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്തെടുക്കണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഊരണ്ട ഒന്നും വേണ്ട. ജസ്റ്റ് ടൂൾ കിറ്റില്ല ഈ ടൂൾ കിറ്റ് എടുക്കണ്ടെങ്കിൽ ഈ സീറ്റ് ഊരണം അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, കുറേ ടൂൾസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു കോയിൻ ഉണ്ടെങ്കിൽ പോലും നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇത് ഊരണ്ടിക്കൽ. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തെടുത്ത്
അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലേ ഞാൻ കാണിച്ചാൽ. ടെയിൽ ടൈഡ് ഞാൻ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ടൈപ്പ് ടെയിൽ ടൈഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ CNC കട്ടിങ് വരുന്ന ഒരു ടെയിൽ ടൈഡ് ഉണ്ട്, നമ്മളെ ലൈറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടെയിൽ ടൈഡ് ഉണ്ട്, 2 തരം ക്വാളിറ്റിയിൽ, ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി, അത് 2 യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്, അപ്പോഴാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ പറയുന്ന പോലെ റെക്കമെൻഡ് ചെയ്തല്ല, നമ്മൾ ഉപയോഗിച്ചത് ഒരു എക്സ്പീരിയൻസ് ഞാൻ എടുത്തതാണ്, മനസ്സിലായില്ലേ? ഇതാണ് ജസ്റ്റ് 2 എൽ ക്ലാമ്പാണ്. ഇതുണ്ടോ, ഇതൊരു എൽ ക്ലാമ്പാണ്. ഞാൻ ഈ ഒരു ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുത്തിട്ടില്ല. പിന്നെ ഉള്ളതാണ് ഈ ഒരു പാർട്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ KTM ബൈക്സില്ലേ, KTM ബൈക്സിൻ്റെ ഒക്കെ നമ്പർ പ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യുന്ന ക്ലാമ്പായത്. KTM മാത്രമല്ല, നമുക്ക് ഏത് ബൈക്കിൻ്റെ എടുക്കാം, നമുക്ക് ഈ ഒരു സാധനം കിട്ടിയാൽ മതി, മനസ്സിലായില്ലേ? KTM അല്ല, ഇപ്പം ബജാജിൻ്റെ അല്ല, ഹീറോൻ്റെ സ്പ്ലെൻഡറിൻ്റെ അങ്ങനെ ഏതോ ഒരു വണ്ടീൻ്റെയും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാത്ത ഇതിപ്പം KTMൻ്റെ ഏതോ ആണ്, KTMൻ്റെ ഒരു പാർട്സാണ്. ഏത് വണ്ടീനെയാണെന്നറിയില്ല, എനിക്കൊന്നും യൂണിവേഴ്സലാണെന്നും അറിയില്ല. അറിയുന്ന ആളിനും കമൻറ്റ് ചെയ്തോ, ഞാൻ പിന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ സുഖം എന്ന് വെച്ചാൽ, ഞാൻ റിവറ്റ് അടിച്ചിട്ടുണ്ടോ, നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് റിവറ്റ് അടിച്ച് സൂക്ഷിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? റിവറ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് മാത്രം മാറ്റാം. ഈ ബോൾട്ട് ഊരിയിട്ട് നമുക്ക് നമ്മൾ സ്റ്റോക്ക് ടെയിലിന് വേണ്ടിക്കൽ സ്റ്റോക്ക് ടെയിലിന് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് വെക്കാം, മനസ്സിലായി? നമ്മൾ ബിഗ് ടെയിലില്ലേ, അതിന് വേണ്ടിക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം. അത് ഊരിയിട്ട് നമുക്ക് ഈ എൽ ക്ലാമ്പ് വെച്ചിട്ട് ഇതിന് യൂസ് ചെയ്യാം. അതായത് ഈ റിവറ്റ് നമുക്ക് എപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും, മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബാക്ക് ടെയിൽ ടൈഡ് യൂസ് ചെയ്യുന്നത്. എന്നോട് കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ, ഈ ബാക്ക് ടെയിൽ ടൈഡ് ഏതാ യൂസ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ വീഡിയോ അയച്ച് ചെയ്യാൻ ഓരോക്കെ ഫോട്ടോ അയച്ച് കൊടുക്കാനുണ്ട്, ഞാൻ വീഡിയോ അയച്ച് ചെയ്യാമെന്നാണ് പറയല്. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ജസ്റ്റ് 2 എല്ലും പിന്നെ ഈ ഒരു പോർഷനും ഈ ഒരു പാർട്സും കിട്ടിയാൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. എനിക്കൊന്ന് കുറച്ചുകൂടി ഫിറ്റ് ആയിട്ട് നമുക്ക് ഇതാ കുറച്ചുകൂടി നല്ലത് തോന്നുന്നത്. ചീപ്പും ആണ് ബെസ്റ്റും ആണ് പർപ്പസ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് കാണിച്ചു തരാം. ഈ വീഡിയോ ലോങ് ആക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല, പക്ഷേ പറഞ്ഞ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോ ലോങ് ആകുന്നിട്ട് ഞാൻ പരമാവധി ഷോർട്ടാക്കാം. ഇനിയും വർത്തമാനം മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ കാണിച്ചതുണ്ടോ, ഉണ്ടോ? ഈ സംഭവം വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യില്ലെങ്കിൽ എന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളിതുണ്ട് സെറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ജസ്റ്റ് മിസ്സാണ് നമ്മളെ. കറക്റ്റ് ഈ ഒരു പീസിന് കണക്കായിട്ടാവണം. അതുകൊണ്ടാണ് ഞാനിത് ഈ സൈസിൽ ബെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് 2 സൈഡിലും അങ്ങനെ തന്നെയാണ്, കണ്ടോ? ജസ്റ്റാണിത്. ടച്ചായി, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ടച്ചായില്ല എന്നുള്ളതാണ്. അത് ഏകദേശം നമ്മൾ ജസ്റ്റാണ്. അപ്പോൾ കുറച്ച് ടച്ചായതുകൊണ്ട് എടുക്കണം, ഒരു ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് ആക്കിയെടുക്കാൻ കുറേ ടൈം എടുത്തിന്. കാരണം ഇതിൻ്റെ ക്ലാമ്പ് ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മുട്ടും. അപ്പോൾ ആദ്യം എല്ലാം ഊരിയിട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഹാർഡ് പോർഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് 8ൻ്റെ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ 8ൻ്റെ ബോൾട്ട് നമ്മളെ സ്റ്റോക്കാണ്, നമുക്ക് LTയും എന്ത് വെച്ച് നമുക്ക് ഊരാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കണ്ട കൈയിടാൻ സ്ഥലമില്ല. എന്നാൽ നമ്മൾ ഇതും കുറഞ്ഞില്ലേ, ഈ ഒരു ഡിസ്റ്റൻസും ആയി. ഇത് ഇവിടെ തട്ടുന്നതുകൊണ്ടാണ് തട്ടിയിട്ടുണ്ടാ പെയിൻറ്റ് പോയിട്ട് നമ്മൾ പെട്ടെന്നുള്ളൊരു ഇമ്പാക്റ്റിൽ കൊണ്ടടിക്കുമ്പോൾ ഇഷ്യൂ അത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഷ്യൂ ഒന്നും വരാണ്ടിരിക്കാനാണ് നമ്മൾ സ്റ്റോക്കിൽ കുറച്ച് കമ്പി നീട്ടിയിട്ട് ഇവിടെ വരുന്നത് നമ്പർ പ്ലേറ്റ്. അപ്പോൾ നമുക്കൊരു ലുക്കിന് വേണ്ടി നമ്മൾ ഉള്ളോട്ട് കയറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഇത് ഊരിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത് ഊരിയിട്ട് പുറത്തെടുത്തിട്ട് ഈ ക്ലാമ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഊരിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമ്പർ പ്ലേറ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലാമ്പ് ഉണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുത്ത്. നിങ്ങൾ ഈ ഒരു മെഷ് പോലത്തെ സാധനം നിങ്ങൾ എൻ്റെ നേരത്തെ ഉള്ളിൽ ബോൾട്ട് നെറ്റ് നമ്മൾ ഫിക്സ് ചെയ്തതും ഈ ഒരു മെഷ് വെച്ചിട്ടാണ്. ഈ മെഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം ഒരു പിടുത്തം വരും. ഓക്കെ, അപ്പോൾ ഇതല്ലാണ്ട് ഇത് മാത്രം വെച്ചാൽ ഇതിനൊരു സ്ട്രോങ് ഉണ്ടാവില്ല ഗമ്മിന്. അപ്പോൾ ഈ മെഷ് എവിടെ നിന്ന് കിട്ടി വെച്ചാൽ ഇതെനിക്ക് ഈ വീട്ടിൽ സീലിംഗ് അടിക്കും നമ്മൾ. അപ്പോൾ സീലിംഗ് അടിക്കുമ്പം അവരുപയോഗിക്കുന്നത് ഇത് 2 സീലിംഗ് തമ്മിൽ ജോയിൻ്റ് അടിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ പിടിക്കേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ നല്ലൊരു യൂസ്ഫുൾ സാധനമാണ്, കാരണം നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാമ്പ് കണ്ടോ നിങ്ങൾ, ഇങ്ങനെയാണ് ഫ്രണ്ട് ഉണ്ടാവുക, കണ്ട ബാക്ക് സൈഡ് കണ്ട ഏകദേശം ഈ വ്യൂ കണ്ട സ്ട്രെയിറ്റ് അല്ല, കുറച്ച് പൊങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം കണ്ടോ.
പിന്നെ ഈ 2 ഗ്യാപ്പും നമുക്ക് ആ സ്റ്റോക്ക് ഗ്യാപ്പ് കണ്ട, ഈ 2 ഹോളില്ലേ കണ്ട, ഈ 2 ഹോളിലേക്കുള്ള 2 ഗ്യാപ്പും കറക്റ്റായിട്ട് വേണം. അതുമാത്രമല്ല നമുക്ക് ഈ 2 റിബറ്റ് അടിക്കേണ്ടിയിട്ട് ഇവിടെയും വേണം. അപ്പോൾ ഇത് റിവറ്റ് അടിക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ക്ലാമ്പ് വെച്ചത്. റിവറ്റ് അടിച്ചത് കൂടായിട്ട് ചെറിയൊരു അനക്കലുണ്ടാകുന്ന ഞാൻ ഈ ഗമ്മും കൂടി സെറ്റ് ചെയ്ത് ഒട്ടിച്ചത്. കറക്റ്റ് നമുക്ക് വേണ്ട പൊസിഷൻ വെച്ചതിന് ശേഷം 2 ജസ്റ്റ് ഡ്രോപ്പ് ഒട്ടിച്ചിട്ട് ഗ്ലൂ അത് ഊരിയെടുത്തിട്ട് പിന്നീട് ഊരിയെടുത്തിട്ട് നമ്മൾ മെഷൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ബാക്ക് ടെയിൽ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്തില്ലേ, ബാക്ക് ടെയിലിൻ്റെ ഐഡിയില്ലേ, അപ്പോൾ അതിനുപയോഗിച്ച ക്ലാമ്പിൻ്റെ പോലെ തന്നെ ക്ലാമ്പായത്. പക്ഷേ ഈ തിക്നെസ് കുറവാണെന്നല്ലോ, അതായത് ഒരു എൽ ക്ലാമ്പായിരിക്കും. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ സൈഡിൽ കാണിച്ചു തരാം. അത് നമ്മളെ ബാക്ക് ടെയിലിൻ്റെത് കുറച്ച് തിക്നെസ് കൂടുതൽ, ഇതിന് തിക്നെസ് കുറവ്. കാരണം ഇത് ബെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പണിയുണ്ട്, കാരണം ഇത് കറക്റ്റായിട്ട് കിട്ടണ്ടേ. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വരുന്നത് ഇതാണ്, ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് എങ്ങനെ അതിനുള്ളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച്. ഇങ്ങനെയാണ് സെറ്റപ്പ്. ഒറ്റയടിക്ക് നമുക്ക് റിവറ്റ് അടിച്ചുകൊണ്ട് പോലീസ് ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഫുൾ ജോയിൻ്റ് അടിച്ചിട്ടില്ലേ. പിന്നെ ആകെ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആകെ വരുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോക്ക് വരുന്ന കമ്പിക്ക് ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ടാവും. ഈ ഒരു നമ്മളെ ബ്രേക്ക് ഫോഴ്സ് ആയത് ഇവിടുന്നാണ് നമ്മളെ ABSന് ഇങ്ങനെ കണക്ഷൻ പോയിട്ട് ഇവിടുന്ന് നമ്മൾ ബ്രേക്കിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആദ്യം പോകുന്ന ഇതിന് ഇവിടെ ഒരു പിടുത്തുണ്ട്, ഈ ഒരു ഇത് കണ്ട. അപ്പോൾ അത് ഒഴിവായി പോകും, അത് പ്രശ്നമില്ല. ചെറിയൊരു ജർക്കിങ് ഉണ്ടാവും, പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഇത്ര തോന്നിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ അതിനുള്ളൂ. പിന്നെ നമുക്ക് ഇത് കണ്ട സെറ്റ് ചെയ്യുമ്പം നമുക്ക് കൈ വെക്കാൻ പറ്റില്ല, ഗ്യാപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു 2 ഇഷ്യൂ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ജർക്കിങ് സൗണ്ട് വരുന്നതായിട്ട് ടച്ച് ആയിട്ടുണ്ടാവുക, കാരണം ഞാൻ പറഞ്ഞില്ല ഈ ഒരു വളക്കുമ്പോൾ തട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിൽ ഗം ഒടിച്ചത്. ഞാൻ ഗ്ലൂ ഗം യൂസ് ചെയ്യലുണ്ട്, കാരണം വെച്ചാൽ ഗ്ലൂ ഗം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യുന്നതല്ലേ, കാരണം റിവറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഞാൻ ദൂരെ നിന്നില്ല നമ്പർ പ്ലേറ്റ്, ബാക്ക് നമ്പർ പ്ലേറ്റ് മാത്രമേ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ജസ്റ്റ് വീട്ടിനുള്ളിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം ഊരുന്നത്. അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക അതിനെ പറ്റിയിട്ട്. ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ എല്ലാ കമൻറ്റും ചെയ്യുന്നവരാണ്. കാരണം നമുക്ക് ആകെ ഒരു 10-12 കമൻറ്റേ വരൂ. ആ കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പ്രോപ്പറായിട്ട്. അപ്പോൾ ഇത് 2 വീഡിയോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എത്ര ലെങ്തായി എന്നറിയില്ല, ഞാൻ പരമാവധി ഷോർട്ട് ചെയ്യാനാണ് നോക്കിയത്. നമുക്കിനി പ്രോപ്പർ വീഡിയോ ഇടണം. ഇനി വേണ്ടിയിട്ട് നമുക്ക് ഡൊമിനറിൻ്റെ ഹോൾഡറിൻ്റെ വീഡിയോ ഇടാം. പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഏതെന്ന് വെച്ചാൽ വോൾട്ട് മീറ്ററിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ അത് ലാസ്റ്റിലോട്ട് ആകുമ്പോഴത്തേക്ക് എൻ്റെ ഇഷ്യൂ ഉണ്ടായ വോൾട്ട് മീറ്റർ അടിച്ചു പോയി വെള്ളം കയറിയിട്ട്. കാരണം അതൊരു ഇൻറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ്, അത് പുറത്ത് യൂസ് ചെയ്യുന്നില്ല വണ്ടിക്ക്. അപ്പോൾ അത് നമ്മൾ അതിന് കണക്കായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് വെക്കണം. ഫുൾ ഗ്ലൂ ഗണ്ണൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ അത് വെള്ളം കയറി നശിച്ചു പോയി. അപ്പോൾ ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യേണ്ടെങ്കിൽ കുറച്ച് 2-3 ടൈപ്പ് ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് ഒന്നിച്ച് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സാധനം ഏകദേശം എല്ലാം നമുക്ക് കൈമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ഇതിൻ്റെ ക്ലാമ്പ് എങ്ങനെ ബെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ബെൻഡ്, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങോട്ട്, അതായത് ഈ ലെഫ്റ്റിൽ നിന്ന് ഒരു ബെൻഡ് ഇങ്ങനെ വന്നു. ഈ 2 സൈഡിലും ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഒരു ബെൻഡ് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഈ ബെൻഡ് ആക്കി. ഇതിൽ ഒരു ബെൻഡ് നമുക്ക് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡാ. ഓക്കെ, ഒരു എൽ ക്ലാമ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ക്ലാമ്പ് ആയാലും മതി. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ക്ലാമ്പ് നിങ്ങൾക്ക് ബെൻഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ കാണുന്ന വിധത്തിൽ ബെൻഡ് ചെയ്തെടുക്കുക ചെയ്തേ, മനസ്സിലായില്ലേ? 2 ഒരേ ലെങ്ത്തുള്ള കമ്പിയാണ്. ജസ്റ്റ് ഒന്ന് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഇതാണ് 1 സൈഡിലുണ്ടാകുന്ന ഹോളിൻ്റെ ഇത് സൈസ്, ഇതാണ് മറ്റു സൈഡിലുണ്ടാകുന്ന ഹോളിൻ്റെ സൈസ്. ഇത് രണ്ടും മാറിപ്പോയി. അതായത് ഈ വലിയ ഹോളിനുള്ളത് ഇപ്പുറത്ത് വന്നപ്പോൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് പോയി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്കിപ്പോൾ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളൂ. ബാക്കി ഫിറ്റിംഗ് ഒക്കെ പ്രോപ്പറാണ്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ ഹോൾ വലുതായി പോയി, അതുകൊണ്ട് തന്നെ ഒരു വാഷർ ഉപയോഗിക്കണം എനിക്ക്. കണ്ടോ, ഈ വാഷർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോൾട്ട് കണ്ട സെയിം നമ്മൾ സ്റ്റോക്ക് തരുന്ന ബോൾട്ട് തന്നെ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഏറ്റവും, ഇത് നമ്മൾ ടൈറ്റ് ആകലാണ് ഏറ്റവും ഇതിൻ്റെ ഹാർഡസ്റ്റ് പോയിൻ്റ് എന്ന്. കണ്ട കൈ കണ്ടോ, ഇത് കണ്ട ഇങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ പറ്റുന്നതാണ്.
നമ്മളിങ്ങനെ ടൈറ്റാക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ പാനലിൽ തട്ടും കൈ. നമുക്ക് ഈ ടീ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കണ്ടോ, കാരണം നമ്മൾ കറക്റ്റ് അളവിലില്ല, അതായത് ഈ ഒരു ലെവലിലാണ് ടീ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഉള്ളത്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, നോർമൽ സ്പാൻഡർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടഫ്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം, വീഡിയോ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതാണ് വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു വണ്ടീൻ്റെ ഒരു ലുക്ക്. ഈ ഒരു ലുക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കമൻറ്റ് വന്നത് തോന്നുന്നു, കമൻറ്റും പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജും. അപ്പോൾ ഇതാണ് ഫിറ്റ് ചെയ്യുമ്പോഴൊരു ലുക്ക്. ഇതിപ്പം ഈ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം. വേണ്ട, മുകളിൽ നിന്നുള്ള വ്യൂ വേണ്ട, ഇതാണ് വ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെഡി. 2 ക്ലാമ്പിൽ നടക്കും. അതായത് ഒരു ദിവസം കുറച്ച് സമയം അതിന് മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാവരും വണ്ടിക്ക് സെറ്റ് ചെയ്യാനൊന്നും പറ്റുന്നേ ഉള്ളൂ. പിന്നെ ബാക്ക് വ്യൂ എങ്ങനെയില്ല ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നീറ്റ് ആയിട്ട് നമുക്ക് ഡെൽറ്റഡി കിട്ടും. ഓവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നൈസ് ലുക്കാവും. സെറ്റല്ലേ? നമുക്ക് എങ്ങനെ വേണ്ടി വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം, മുകളിലോട്ടോ താഴോട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഈ റൈറ്റ് സൈഡിൽ നിന്നില്ല. ഈ വണ്ടിക്ക് ഇപ്പോൾ ഫൂട്ട് റെസ്റ്റ് ഇല്ല, ബാക്ക് കണ്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലീനായിട്ട് തോന്നുന്നുണ്ടോ ബാക്ക് സൈഡ്? മണ്ണുണ്ട്, ഞാനൊരു സ്പെക്ക് ഒരു ക്ലീനായിട്ട് തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ മറ്റൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.